ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങി അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളിതിൽ പറയുന്നതാണ്. ട്രൈപോഡ് ഫെസിലിറ്റി ഉള്ളൊരു സെൽഫി സ്റ്റിക്കാണ്. വ്ളോഗിങ്ങിലെല്ലാം അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെൽഫി സ്റ്റിക്കാണ്. നൂണിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നൂണിനെ കുറിച്ച് പറയണ്ടല്ലോ, അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സെൽഫി സ്റ്റിക്കിൻ്റെ പേര് L15 എന്നാണ്. മെയ്ഡ് ഇൻ ചൈന ഐറ്റമാണ്. അതിൻ്റെ ചാർജർ ലൈറ്റിൻ്റെ ചാർജറാണ്. ഈ സെൽഫി സ്റ്റിക്ക് വളരെ ചെറുത് തന്നെയാണ്. നമുക്ക് 21 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത് നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ. അതേപോലെ ഈസി ടു ക്യാരിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും 1 മാസത്തിൻ്റെ ഉള്ളിൽ. അതല്ലാതെ കമ്പനി വാറണ്ടി ഒന്നും തരുന്നില്ല. ഇനി നമുക്ക് മൊബൈലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മൊബൈൽ വെച്ച് കാണിച്ചു തരാം. ഇത് നല്ല കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കലൊക്കെ ഉണ്ട്, വീഴുമൊന്നുമില്ല. പിന്നെ ലൈറ്റ് ഇത് സൈഡിലാണ് ബട്ടൺ വരുന്നത്. അതുപോലെ ചാർജിങ് പിന്നും സൈഡിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ലൈറ്റ് നമുക്ക് റിമൂവബിളാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഷട്ടർ ബട്ടൺ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ട്രൈപോഡ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈപോഡ് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. അതേപോലെ ഇത് നമുക്ക് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ സെൽഫി സ്റ്റിക്കിൽ, ട്രൈപോഡിൽ. അതേപോലെ തന്നെ സെൽഫി സ്റ്റിക്ക് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെൽഫി സ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം 1 മീറ്ററും 14 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ റിമോട്ടും ബ്ലൂടൂത്തായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിമോട്ടിലൊരു പവർ ബട്ടൺ വരുന്നുണ്ട്. അത് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിമോട്ട് ഓൺ ആവും. അപ്പോൾ ലൈറ്റ് അവിടെ തെളിയും. അതേപോലെ തന്നെ ബ്ലൂടൂത്തിൽ സെൽഫി എന്നായിരിക്കും അതിൽ പേര് വരുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. അതുപോലെ തന്നെ റിമോട്ട് ഇതിലൊരു ഗ്രൂവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ സ്റ്റിക്ക് കുറച്ച് ഉയർത്തിയിട്ട് റിമോട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കത് ഹാൻഡിൽ വെച്ച് യൂസ് ചെയ്യാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇത് ആൻഡ്രോയിഡിലും iOSലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻഡ്രോയിഡ് 4.4ഉം iOS 5.1ഉം അതിൻ്റെ മുകളിലുള്ള വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഇത് സൂട്ടബിളാണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുമ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ iOS ആണെങ്കിൽ അതിൻ്റെ വേർഷൻ ചെക്ക് ചെയ്തിട്ട് ഇത് വാങ്ങാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും